സ്റ്റാർ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മണിക്കുട്ടനെ നമ്മളെ ചിന്നുവിനെ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ നമ്മളെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, കോഴിക്കുഞ്ഞിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതാ ഇവരാണ് നമ്മളെ കയ്യിലുള്ള കേട്ടോ. ഇവരെ തള്ളാടുണ്ടായിരുന്നു, അവരെ കൊടുത്ത് അത് ഒരു ചെറിയൊരാടിനെയും കൂടി കൊടുത്തു കേട്ടോ. ഇപ്പം നമ്മളെ കയ്യിലുള്ളത് ഇതാ ഇവർ രണ്ടുപേരും മാത്രമായിട്ടുള്ളത്. അപ്പം അധികം വെള്ളം കുടിക്കില്ല. ഇവന് നന്നായി പാല് കുടിക്കായിരുന്നു കേട്ടോ. ഇവർക്കിപ്പോൾ 6 മാസമായി. അപ്പോൾ നന്നായി പാല് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, തള്ളാടിനെ കൊടുത്തപ്പോൾ പാലുകൂടി നിന്നപ്പോൾ പിന്നെ വെള്ളം ഞാൻ ഒരുപാട് കുടിക്കില്ല. പിണ്ണാക്കിട്ട വെള്ളം ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കുറുക്കി കൊടുക്കും കേട്ടോ. കോഴിക്ക് അരി ഇട്ട് കൊടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എൻ്റെ മേലൊക്കെ ചവിട്ടി ആകെ നാശമായിട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ട് അങ്ങനെ പോയി. എൻ്റെ ചുരിദാറിൻ്റെ ഒരു അവസ്ഥ കണ്ടോ? നമ്മൾ ആടിനൊക്കെ ആദ്യമായിട്ടൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അത് നമ്മൾ ഒരുപാട് ഇതിൽ നമ്മൾ പഠിച്ച് നമ്മൾ ആടിനൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ വാങ്ങണം, എന്താ പറയുക, എങ്ങനത്തെ ആടുകളെ വാങ്ങണം എന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ വാങ്ങിയ ആടാട്ടോ ഈ ഒരു ആട്. നല്ലൊരു ആടാട്ടോ ഈ ഒരു ആട്. മലബാർ തന്നെയാണ്. പക്ഷെ നല്ലൊരു എന്താ പറയുക, നല്ല വലുപ്പവും അതേപോലെ നല്ലൊരു ഒരു എന്താ പറയുക, ശരീരപ്രകൃതി തന്നെ കണ്ടാൽ അറിയാം നല്ലൊരു ആടായിരുന്നു കേട്ടോ. പിന്നെ അതിന്റെ തൊട്ട് ബേക്കിൽ നിൽക്കുന്ന അവളായിരുന്നു നമ്മളെ ആദ്യത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആടുംകുട്ടി. അത് തള്ളയില്ലാതെ പാലൊന്നും കുടിക്കാനില്ലാതെ വളർന്നൊരു ആടുംകുട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ അവള് വീട്ടിൽ ഒറ്റയ്ക്ക് ആയപ്പോഴാണ് തോന്നിയത് ഒന്നും കൂടി വാങ്ങാം. എന്താ വെച്ചാൽ ഒന്നിനെ നോക്കുന്നു, രണ്ടിനെ നോക്കുന്നു, ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള ആടിനെയും കൂടി വാങ്ങി കേട്ടോ. ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവളടുത്ത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മുടെ ഈ ഒരു വീഡിയോ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം. നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒരു അഭിപ്രായമൊക്കെ ആയി വരുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു വീഡിയോ ഇട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇന്ന് ഈ ഒരു വീഡിയോ ആക്കിയത്. പിന്നെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ആടിനൊക്കെ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പൊ നമുക്ക് ഒന്നിനും ഒരു സമയമല്ല എന്ന് വേണം പറയാൻ. ഒന്നാമത് യൂട്യൂബ് ചാനലും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാനും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇരിക്കണം, അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനിടയിൽ കൂടെ നമുക്ക് ആടിനും കൂടി നോക്കാൻ സമയം ഉണ്ടാവില്ല എന്നുള്ള ഇതാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കും എല്ലാ കുട്ടികൾക്ക് വീട്ടില് മനുഷ്യനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആടിനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ നമ്മളെ വീട്ടിൽ അങ്ങനത്തെ പറഞ്ഞില്ല, അങ്ങനത്തെ പോലെയാണ് നമ്മൾ അവരെ നോക്കുന്നത്. എപ്പോൾ നോക്കിയാലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പൊ എന്തായാലും ആടിനൊക്കെ വാങ്ങണമെന്ന് മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നടക്കാന്ന് അറിയില്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ആടിനെ കുറിച്ച് കുറച്ച് എനിക്കറിയുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിലൂടെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. ഇന്ന് വീഡിയോ ഒന്നും വലിയൊരു ഇതില്ലാന്ന് എനിക്കറിയാം, എന്നാലും ചെറിയൊരു വീഡിയോ പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ മീനിന്റെ കോളാണ് കേട്ടോ. അത് ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് മീൻ. മീന് മഴ ആയതുകൊണ്ട് മീന് വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ ബക്കറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ മുക്കി ഒഴിവാക്കലാട്ടോ. കാണിച്ചടാം. അപ്പൊ വല ഇട്ട് വെച്ചു. ഇതാട്ടോ നമ്മളെ മീന്. കൊടുക്കേനെ ഇട്ടൂടി. വലുപ്പത്തിലുള്ളതാട്ടോ. കാണൂല, പച്ച കളറായതുകൊണ്ട് വെള്ളം
കൂടി കേട്ടോ കോഴികളെ ഇടാനും ഇവിടുത്തെ ഇത് നമ്മുടെ അടുത്തുള്ള കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളാട്ടോ. ഇത് നമുക്ക് വേറെ അടുത്ത് നിന്ന് കിട്ടിയായിരുന്നു. അങ്ങനെ ഇതാക്കുന്ന ഇപ്പോൾ അത്യാവശ്യം നല്ലോണം കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. ഡെയിലി ഈ നമ്മുടെ ഓരോരോ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. പിന്നെ പുതുതായിട്ട് ആരെയും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പതിപോലെ എന്നും പറയുന്നതാണ്, സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.